എന്താണ് ഓമുവാമുവ? നമ്മുടെ സൗരയൂഥത്തിൽ പ്രവേശിച്ച ആദ്യത്തെ നിഗൂഢ സന്ദർശകനാണ് ഓമുവാമുവ. നമ്മുടെ സൗരയൂഥത്തിലൂടെ കടന്നു പോകുന്നതായി നിരീക്ഷിക്കപ്പെട്ട ആദ്യത്തെ സ്ഥിരീകരിച്ച നക്ഷത്രാന്തര വസ്തുവായിരുന്നു അത്. ഹവായൻ നാമമായ ഒമുവാമുവയുടെ അർത്ഥം സന്ദേശവാഹകൻ എന്നാണ്. 2017 ഒക്ടോബർ 19 ഹവായ് സർവകലാശാലയിലെ പാൻസ്റ്റാർസ് 1 ദൂരദർശിനിയാണ് ഓമുവാമുവിനെ ആദ്യമായി കണ്ടെത്തിയത്. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ ഇതിനെ 1/2017 U1 എന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൗരയൂഥത്തിലൂടെ കടന്നുപോയ ആദ്യത്തെ സ്ഥിരീകരിച്ച നക്ഷത്രാന്തര വസ്തുവാണ് ഇത്. ഈ വസ്തുവിന് 400 മീറ്റർ വരെ നീളമുണ്ടെന്നും അതിന് വീതിയേക്കാൾ 10 ഇരട്ടിയാണ് നീളമെന്നും കണക്കാക്കപ്പെടുന്നു. ഇതിൻ്റെ ചുവപ്പ് നിറം സൗരയൂഥത്തിന് പുറത്തുള്ള വസ്തുക്കളുടേതുമായി സാമ്യം കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത് ലോകമെങ്ങുമുള്ള ബഹിരാകാശ ഗവേഷകരെയും ജ്യോതിശാസ്ത്രജ്ഞരെയും ഒരുപോലെ വിസ്മയിപ്പിച്ച് കടന്നുപോയ ഒരു പ്രതിഭാസമാണ്. ഇത് കണ്ടെത്തിയ കാലം മുതൽ വളരെയേറെ നിഗമനങ്ങളും ഊഹാപോഹങ്ങളും ഓമുവാമുവിനെ കുറിച്ച് ഉയർന്നു വന്നു. ഇത് അന്യഗ്രഹ ജീവികളുടെ പേടകമാണെന്നും അല്ല ഇതൊരു ചിഹ്നഗ്രഹമാണെന്നുമുള്ള വാദങ്ങൾ. ഓമുവാമുവിയുടെ സഞ്ചാരപാതയിലാണ് ഗവേഷകർ ആദ്യം സംശയം ജനിപ്പിച്ചത്. സിഗരറ്റിൻ്റെ ആകൃതിയിലുള്ള ഇതിൻ്റെ വേഗം അപ്രതീക്ഷിതമായി കൂടിയതും ദിശ പെട്ടെന്ന് മാറിയതും ആരോ ഇത് നിയന്ത്രിക്കുന്നുണ്ടെന്ന സംശയം ഗവേഷകരിൽ ജനിപ്പിച്ചു. ഒരു കുപ്പി കറക്കി വിട്ട പോലെയായിരുന്നു ഇത് സഞ്ചരിച്ചിരുന്നത്. സാധാരണ വാൽനക്ഷത്രങ്ങളിലും മറ്റും കാണാറുള്ള പോലെ വാതകങ്ങളും പൊടിയും നിറഞ്ഞ ബഹിർഗമനങ്ങളൊന്നും ഇതിനുണ്ടായിരുന്നില്ല എന്നതും സംശയങ്ങൾക്കിടയാക്കി. ഒമുവാമുവ കടന്നുപോയതോടെ അന്യഗ്രഹ ജീവികളെ തേടി നടന്ന ശാസ്ത്രലോകത്തിന് അതിനുള്ള ഒരു അവസരമാണ് നഷ്ടമായതെന്ന് ഒരു വിഭാഗം ഗവേഷകർ വിലയിരുത്തി. ഓമുവാമുവിനെ പോലെ ഒരു വസ്തുവിനെ സൗരയൂഥത്തിൽ മുമ്പെങ്ങും തങ്ങൾ കണ്ടിട്ടില്ലെന്നും ഈ നിഗൂഢത ഇപ്പോഴും ബാക്കിയാണെന്നും ഒരു മേരിലാൻഡ് സർവകലാശാലയിലെ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരിൽ ഒരാളായ മാത്യു നൈറ്റ് പറയുന്നു. എന്നാൽ അന്യഗ്രഹ ജീവികളുടെ വാഹനം എന്നതിനെ സാധൂകരിക്കുമ്പോൾ സവിശേഷമായി എന്തെങ്കിലും കണ്ടെത്തുന്നതുവരെ നമുക്ക് അറിവുള്ള കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിനാണ് ഞങ്ങൾ പ്രാമുഖ്യം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അന്യഗ്രഹ ജീവികളുടെ വാഹനം എന്ന സങ്കല്പം ഏറെ രസകരമായ ആശയമാണ്. എന്നാൽ അത് സ്വാഭാവിക പ്രതിഭാസമെന്ന നിലയിൽ ഇതിനെ വിശദീകരിക്കാനാണ് ഞങ്ങളുടെ വിശകലനങ്ങൾ പറയുന്നത്. മറ്റ് ബഹിരാകാശ വസ്തുക്കളുമായി ഒമുവാമുവിനുള്ള ഏക സാമ്യത അതിൻ്റെ ചുവപ്പ് നിറം മാത്രമാണ് എന്ന് മാത്യു നൈറ്റും സഹപ്രവർത്തകരും സമ്മതിക്കുന്നു. ഇത് വാതകം നിറഞ്ഞൊരു ഗ്രഹത്തിൽ നിന്നും പുറന്തള്ളിയ വസ്തുവായിരിക്കണം എന്ന് മാത്യു നൈറ്റിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നിരീക്ഷിക്കുന്നു. ഇനിയും വരാനിരിക്കുന്ന അനവധി അസാധാരണ വസ്തുക്കളിൽ ആദ്യത്തേതായിരിക്കണം ഇത്. വരുന്ന ഓരോ വർഷങ്ങളും നമ്മൾ പുതിയ വസ്തുക്കളെ കണ്ടേക്കാം. ഓമുവാമുവ വിചിത്രമാണോ അസാധാരണമാണോ സാധാരണമാണോ എന്ന് അപ്പോൾ മനസ്സിലാക്കാം. അങ്ങനെ 10-20 വസ്തുക്കളെ നിരീക്ഷിച്ചിട്ടും ഓമുവാമുവ അസാധാരണമായി തുടരുകയാണെങ്കിൽ നമ്മുടെ അന്വേഷണങ്ങൾ പുനഃപരിശോധിക്കേണ്ടതായി വരുമെന്ന് ഗവേഷകർ പറയുന്നു. ഓമുവാമുവിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അറിവുള്ള ചുരുക്കം ചില ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ഹവായിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആസ്ട്രോണമി യൂണിവേഴ്സിറ്റി ഓഫ് ഹവായിലെ പ്രൊഫസറായ കാരൻ മിച്ച്. അവർ ഓമുവാമുവിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ക്ഷുദ്രഗ്രഹങ്ങൾ ഭൂമിയുമായി കൂട്ടിയിടിച്ചാൽ ഉണ്ടാകാനിടയുള്ള ആപത്തിനെക്കുറിച്ച് നാസ എപ്പോഴും ജാഗ്രത പുലർത്താറുണ്ട്. അതുകൊണ്ട് തന്നെ പാൻസ്റ്റാർ ടെലിസ്കോപ്പ് എല്ലാ രാത്രികളിലും ആകാശത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ ഇതിൽ പതിഞ്ഞിട്ടുള്ള വസ്തുക്കളെ പാൻസ്റ്റാർസ് ഗവേഷകർ കൃത്യമായി പഠന വിധേയമാക്കും. എന്നാൽ സാധാരണയായി ഇവയിലൊന്നും വലിയ കാര്യമുണ്ടാകാറില്ല. എന്നാൽ 2017 ഒക്ടോബർ 19 നക്ഷത്രങ്ങൾക്കിടയിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ പാൻസ്റ്റാർസ് ടെലിസ്കോപ്പ് കണ്ടെത്തി. പതിവിന് വിപരീതമായി ഞങ്ങളുടെ നിരീക്ഷണ മാനദണ്ഡങ്ങൾക്കപ്പുറമുള്ള അതിൻ്റെ സ്ഥാനവും വേഗതയും ഇതിനെന്തോ പ്രത്യേകതയുണ്ടെന്ന് തോന്നിച്ചു. അങ്ങനെ ഒക്ടോബർ 22 ആയപ്പോഴേക്കും ഇത് നമ്മുടെ സൗരയൂഥത്തിൽ നിന്നുള്ളതല്ല എന്ന് മനസ്സിലാക്കാനുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്കത് വലിയ അത്ഭുതമായിരുന്നു. വളരെ കാലം കാത്തിരുന്ന ഒന്ന് കണ്ടെത്തിയ സന്തോഷം ഇത് വലിയ സംഭവമെന്ന് പറയാൻ കാരണമുണ്ട്. നക്ഷത്രങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന ഒരു ധൂമകേതുവിനെ 1970 മുതൽ നാസ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇതുവരേക്കും അത്തരത്തിലൊന്നിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ സൗരയൂഥം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ 4.4 പ്രകാശവർഷം അകലെയുള്ള നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്ര സമൂഹത്തിൽ നിന്നും ഒരു വസ്തു നമ്മുടെ സൗരയൂഥത്തിൽ കടക്കാൻ 50,000 വർഷങ്ങൾ വേണം. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ സംഭവമാണെന്ന് ഞങ്ങൾ കരുതുന്നത്.
നക്ഷത്രങ്ങൾക്കിടയിലൂടെ വന്ന ഈ സഞ്ചാരി ലൈറ നക്ഷത്ര സമൂഹത്തിൻ്റെ ദിശയിലാണ് വന്നുകൊണ്ടിരുന്നത്. സെപ്റ്റംബർ 9 ഇത് സൂര്യനോട് ഏറ്റവും അടുത്തു വന്നു. പിന്നെ ബുധൻ്റെ ഭ്രമണപഥത്തിനുള്ളിൽ പ്രവേശിച്ചു. ഇത് പക്ഷേ അത്ര സാധാരണമായ ഒരു ദൂരമല്ല, എങ്കിലും നമുക്ക് കൂടുതൽ വ്യക്തതയോടെ നിരീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ദൂരമാണിത്. എന്നാൽ ഞങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ് ഒക്ടോബർ 14 ഇത് ഭൂമിയുമായി 15 ദശലക്ഷം മൈലുകൾ അടുത്തു വന്നിരുന്നു. ജ്യോതിശാസ്ത്ര മാനദണ്ഡങ്ങൾ പ്രകാരം ഇത് വളരെ അടുത്ത ദൂരമാണ്. സാധാരണ ഇങ്ങനെയുള്ള വസ്തുക്കൾക്ക് പേരിടുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങൾ ഇതിനെ രാമ എന്നാണ് വിളിച്ചത്. വൃത്താകൃതിയിലുള്ള രാമ എന്ന ബഹിരാകാശ പേടകം സൗരയൂഥത്തിന് അടുത്തുകൂടെ കടന്നുപോയ കഥ പറയുന്ന 1973 പുറത്തിറങ്ങിയ ആർതർ ക്ലാർക്കിൻ്റെ സയൻസ് ഫിക്ഷൻ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പേര് കൊടുത്തത്. പക്ഷേ ഹവായിൽ സ്ഥാപിച്ച ഒരു ടെലിസ്കോപ്പാണ് ഇത് കണ്ടുപിടിച്ചത് എന്നതിനാൽ ഹവായിയൻ സംസ്കാരത്തിൽ പാണ്ഡിത്യമുള്ള ഒരു നാവികനെയും ഒരു ഭാഷാ പണ്ഡിതനെയും ഇതിന് പേരിടാൻ ഞങ്ങൾ സമീപിച്ചു. അവരാണ് ഇതിന് ഓമുവാമുവ എന്ന പേര് നിർദ്ദേശിച്ചത്. ഇതിനർത്ഥം കാലങ്ങൾക്കപ്പുറത്തു നിന്നും നമ്മുടെ അടുത്തേക്ക് വന്ന സന്ദേശവാഹകൻ എന്നാണ്. ഈ കണ്ടുപിടുത്തം വളരെയേറെ കാര്യങ്ങൾ കൊണ്ട് പ്രാധാന്യമുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ഓമുവാമുവയ്ക്ക് എന്ത് വിവരങ്ങൾ നൽകാൻ കഴിയുമെന്നതായിരുന്നു പ്രാധാന്യം. ഒരു പുതിയ നക്ഷത്ര സമൂഹത്തിൻ്റെ പിറവിയിൽ ഗ്രഹങ്ങൾ വളർന്നു വന്ന രീതിയുമെല്ലാം ഒരു അടുക്കും ചിട്ടയുമില്ലാതെ വളരെ സങ്കീർണമായി നടക്കുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചെല്ലാം അറിയാൻ കഴിയുന്ന ഒരു വസ്തു നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. വൈകാരികമായ ഒരുതരം വിറയൽ അനുഭവപ്പെട്ട സമയമായിരുന്നു അത്. സിരകളിൽ വളരെയേറെ ആവേശമുണർത്തുന്ന ഒരു അനുഭവം. ഞാൻ ഇത്രയും നാൾ കാത്തിരുന്ന മുഹൂർത്തം ഇതായിരുന്നു. മറ്റൊരു നക്ഷത്ര സമൂഹത്തിൽ നിന്നും ഒരു വസ്തു നമ്മുടെ നിരീക്ഷണ വലയത്തിൽ എത്തിയിരിക്കുന്നു. മറ്റൊരു നക്ഷത്ര സമൂഹത്തിൽ നിന്നും വന്ന ആദ്യത്തെ സന്ദർശകനായ ഓമുവാമുവിനെ കുറിച്ച് എന്താണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്? എന്നെ സംബന്ധിച്ച് 1000 കാര്യങ്ങൾ അറിയാനുണ്ട്. പക്ഷേ നമ്മുടെ ആഗ്രഹം അതാണെങ്കിലും ഓമുവാമുവ വളരെ വേഗത്തിൽ മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിൻ്റെ തിളക്കം 100-1 കുറഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയണം. പക്ഷേ ദൂരദർശിനികളിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം ചേർത്ത് വിശദമായ വിവരങ്ങൾ കിട്ടണമെങ്കിൽ ദിവസങ്ങളെടുക്കും. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് മുഴുവൻ സമയവും കിട്ടിയ വിവരങ്ങൾ മുഴുവൻ അപഗ്രഥിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. ആദ്യമേ ഞങ്ങൾ അറിയാൻ ശ്രമിച്ചത് ഓമുവാമുവു എത്ര വലിപ്പമുള്ളതാണെന്നാണ്. ഒരു സമയത്ത് അത് ഭൂമിയോട് വളരെ അടുത്ത് വന്നിരുന്നു. പക്ഷേ പിന്നീടാണ് നമുക്കത് അറിയാൻ സാധിച്ചത്. ഭൂമിയുമായി ഒരു കൂട്ടിമുട്ടൽ നടന്നിരുന്നെങ്കിൽ അത് എന്തുമാത്രം ദുരന്തത്തിന് കാരണമാകുമായിരുന്നു. കൂട്ടിയിടിക്കുമ്പോഴുള്ള ഊർജം കണക്കാക്കുന്നത് ഇടിക്കുന്ന വസ്തുവിൻ്റെ വേഗതയും അതിൻ്റെ ഭാരവും കണക്കാക്കിയാണ്. ഭാരമെന്ന് പറയുന്നത് അത് എന്തുമാത്രം വലിപ്പമുണ്ട്, അത് എന്തുകൊണ്ട് നിർമ്മിതമാണ് എന്നീ കാര്യങ്ങൾ നോക്കിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓമുവാമുവ എന്ത് വലിപ്പമുള്ളതാണ്, എന്താണ് അതിൻ്റെ ആകൃതി, ഇത് കണക്കാക്കുമ്പോൾ ഇതിൻ്റെ തിളക്കം നോക്കിയാൽ മതി. രാത്രിയിൽ നമ്മുടെ മുറ്റത്ത് പറക്കുന്ന മിന്നാമിനിയുടെ തിളക്കവും രാത്രിയിൽ ആകാശത്ത് കൂടി പോകുന്ന വിമാനത്തിൻ്റെ നാവിഗേഷൻ ലൈറ്റിൻ്റെ വെളിച്ചവും താരതമ്യം ചെയ്താൽ നമുക്കത് കൂടുതൽ മനസ്സിലാകും. ഓമുവാമുവയുടെ പ്രതലം അത്രമാത്രം വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നുകൂടി അറിയേണ്ടതുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചുള്ള സൂചനകളൊന്നും നമുക്ക് ലഭ്യമല്ല. പക്ഷേ നിഗമനങ്ങൾ പ്രകാരം നമ്മുടെ സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹങ്ങളുടെയോ ധൂമകേതുക്കളുടെയോ പോലെയാകാം എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക വലിയ ദൂരദർശിനികളും സർവീസ് മോഡിലായിരിക്കും. അതിനർത്ഥം നമ്മൾ വളരെ ശ്രദ്ധയോടെ ഓരോ നിർദ്ദേശങ്ങളും ദൂരദർശിനി പ്രവർത്തിപ്പിക്കുന്നയാൾക്ക് കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്നും വരുന്ന വിവരങ്ങൾക്കായി കാലാവസ്ഥാ ദൈവങ്ങളോട് പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. കാരണം പലപ്പോഴും നമുക്ക് ഇക്കാര്യത്തിൽ രണ്ടാമതൊരവസരം കിട്ടില്ല. ചിലപ്പോൾ കാലാവസ്ഥ നല്ലതാണെങ്കിൽ പോലും ഓമുവാമുവയുടെ ഒരു വിവരവും കിട്ടിയെന്ന് വരില്ല. കാരണം ഇതിൻ്റെ തിളക്കം സ്ഥിരമായിരുന്നില്ല. ദൂരദർശിനികൾ ഇതിനെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ചിലപ്പോൾ തിളക്കം കൂടി വരും, ചിലപ്പോൾ മങ്ങിപ്പോവും. ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. കാരണം സ്വയം തിരിയുന്ന ദീർഘചതുരാകൃതിയിലുള്ള ഒരു വസ്തുവിന്മേൽ സൂര്യപ്രകാശം തട്ടുമ്പോഴുള്ള പ്രതിഫലനമാണിത്. അങ്ങനെ ഏറ്റവും തിളക്കം കൂടി നിന്ന അവസരത്തിൽ അതിൻ്റെ ആകൃതിയെക്കുറിച്ച് ഒരു അനുമാനത്തിലെത്താൻ നമുക്ക് സാധിച്ചു. അങ്ങനെയാണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ആകൃതിയാണ് അതിനൊന്ന് മനസ്സിലാക്കിയത്. 10:1 എന്ന അനുപാതത്തിൽ വളരെ നീളമുള്ളതും എന്നാൽ വളരെ വീതി കുറഞ്ഞതുമായ ഒരു ആകൃതി. ഏതാണ്ട് 1/2 മൈൽ ദൂരമാണ് ഇതിന് കണക്കാക്കപ്പെട്ടത്. ഇതുപോലെ ഒരു വസ്തുവും നമ്മുടെ സൗരയൂഥത്തിലില്ല. നമ്മൾ സാധാരണ കാണുന്ന അനുപാതം 5:1 അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഓമുവാമുവ രൂപപ്പെട്ടതെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അത് രൂപം കൊണ്ട സമയത്ത് അങ്ങനെ ആയതായിരിക്കാം. ഓരോ 7.34 മണിക്കൂറിൽ ഓമുവാമുവയുടെ തിളക്കം മാറിക്കൊണ്ടിരുന്നു. എന്നാൽ ഓരോ ഗവേഷകരിൽ നിന്നും വിവരങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ
അതിലും വ്യത്യാസങ്ങൾ കണ്ടു. ഓരോരുത്തരും വ്യത്യസ്ത കണക്കുകളാണ് നൽകുന്നത്. കൂടുതൽ അറിയുന്തോറും വിശദീകരിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ഇങ്ങനെ പോകുന്നത്. കാരണം ഓമുവാമുവ ചുറ്റുന്നത് അസാധാരണമായ ഒരു രീതിയിലാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരുതരം ചാഞ്ചാട്ടം. ഒരു സമയം ചെറിയ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം വലിയ അച്ചുതണ്ടിലും കറങ്ങുന്നു. കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയും ചെയ്യുന്നു. അത് രൂപപ്പെട്ട നക്ഷത്ര സമൂഹത്തിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടപ്പോഴുള്ള വളരെ ശക്തിയേറിയ ചലനത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം അങ്ങനെ സഞ്ചരിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഓമുവാമുവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ ലാബിലേക്ക് ഓമുവാമുവയുടെ ഒരു ഭാഗം കെട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കൃത്യതയോടെ നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. പക്ഷേ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപകർക്ക് പോലും വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതുപോലുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് പേടകം അയക്കാൻ സാധിക്കാത്തതിനാൽ ഞങ്ങൾക്ക് വിദൂര നിരീക്ഷണത്തിൽ നിന്നുള്ള വിവരങ്ങളെ ആശ്രയിക്കാനേ പറ്റൂ. എങ്ങനെയാണ് വെളിച്ചം ഇതിൻ്റെ പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്നത് എന്ന് പഠിക്കുക. ചില നിറങ്ങൾ ഇത് ആഗിരണം ചെയ്യും, എന്നാൽ ചില നിറങ്ങൾ പ്രതിഫലിപ്പിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചില വസ്തുക്കൾ നീലയോ ചുവപ്പോ കൂടുതലായി പ്രതിഫലിപ്പിക്കും. എന്നാൽ ഓമുവാമുവയുടെ കാര്യത്തിൽ ഇത് കൂടുതലും ചുവപ്പ് നിറമാണ് പ്രതിഫലിച്ചത്. റോസറ്റ ബഹിരാകാശ പേടകം അടുത്തിടെ സന്ദർശിച്ച ജൈവസമ്പന്നമായ ധൂമകേതുവിനോട് വളരെയധികം സാമ്യമുള്ള പ്രതലം. പക്ഷേ ചുവപ്പ് നിറം എപ്പോഴും ഒരു കാര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയാനാവില്ല. കാരണം ഇരുമ്പിൻ്റെ അംശമുള്ള പ്രതലങ്ങളിലും ഇതുപോലെ ചുവപ്പ് നിറം കാണാം. ഉദാഹരണത്തിന് കസിനി ബഹിരാകാശ പേടകം പകർത്തിയ ശനിയുടെ ഉപഗ്രഹമായ അയോപോഡിസിൻ്റെ ഇരുണ്ട വശവും ഇതുപോലെയാണ്. കൂടാതെ നിക്കലടങ്ങിയ ഉൽക്കകളും ഇതുപോലെ ചുവപ്പ് നിറം പ്രതിഫലിപ്പിക്കും. ചുരുക്കത്തിൽ ഇതിൻ്റെ പുറംഭാഗം എന്താണെന്ന് നമുക്ക് ഉറപ്പില്ല എന്നതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നും നമുക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. പക്ഷേ ഇത്രമാത്രം ശക്തമായ വേഗത്തിൽ ചുറ്റി സഞ്ചരിച്ചിട്ടും ഇത് ചിതറിത്തെറിച്ച് പോകാത്തതിന് കാരണം ഇത് ഏതോ ലോഹം പോലെ കട്ടിയുള്ള എന്തോ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഓമുവാമുവയുടെ ഏറ്റവും നല്ല ചിത്രം കിട്ടിയത് ഭൂമിയിൽ നിന്നുള്ള ഒരു ദൂരദർശിനിയിൽ നിന്നാണ്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന് പോലും ഇതിനേക്കാൾ നല്ല ചിത്രം കിട്ടിയിട്ടില്ല. നല്ല ചിത്രം കിട്ടിയില്ല എന്ന കാരണത്തിൽ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിനെ നിസ്സാരമായി കാണേണ്ടതില്ല. കാരണം ഓമുവാമുവയെ കണ്ടെത്തി ഏതാണ്ട് 2.5 മാസത്തോളം ഇതിനെ നിരീക്ഷിക്കാനും അത് എവിടെ നിന്ന് വന്നതെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞത് ഹബിൾ നൽകിയ വിവരങ്ങളിൽ നിന്നാണ്. ഇനി എന്താണ് ഓമുവാമുവ? ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നത് വേറെ ഏതോ നക്ഷത്ര സമൂഹം രൂപപ്പെട്ടപ്പോൾ അതിൽ നിന്നും അടർന്നു മാറിയ ഒരു അവശിഷ്ടമാണ് ഓമുവാമുവ എന്നാണ്. എന്നാൽ മറ്റു ചിലർ ഗവേഷകർ പറയുന്നത് നാശത്തിനോടടുത്ത ഒരു നക്ഷത്രത്തിൽ നടന്ന സൂപ്പർനോവ സ്ഫോടനത്തിൽ നിന്നുള്ള അവശിഷ്ടമാകാം ഇതെന്നാണ്. എന്തു തന്നെയായാലും ഇത് പ്രാപഞ്ചികമായ ഒരു വസ്തുവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിലും ഇതിൻ്റെ നിറം, ആകൃതി, ഇതിൻ്റെ അസ്വാഭാവികമായ സഞ്ചാരം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത് ആരോ നിർമ്മിച്ചതല്ലേ എന്ന കാര്യവും നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. അന്യഗ്രഹ ജീവികളുടെ സാങ്കേതിക വിദ്യയാണ് ഇതെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള റേഡിയോ സിഗ്നൽ ഓമുവാമുവയിൽ നിന്ന് കിട്ടുമോ എന്നൊരു പരീക്ഷണവും നടത്തിക്കൂടെ എന്നൊരു ചോദ്യമുണ്ട്. അതുതന്നെയാണ് ബ്രേക്ക് ത്രൂ ലിസൺ പ്രോജക്റ്റ് ചെയ്തതും. പക്ഷേ ഇതുവരേക്കും ഓമുവാമുവ നിശബ്ദത പാലിക്കുകയാണ്. അടുത്ത ചോദ്യം, നമുക്ക് ഇതിലേക്ക് ബഹിരാകാശ പേടകം അയച്ച് നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനാവില്ല എന്നാണ്. തീർച്ചയായും നമുക്ക് അതിനുള്ള സാങ്കേതിക വിദ്യ ഉണ്ട്. പക്ഷേ ഇത് വളരെ ചിലവേറിയതും ദൈർഘ്യമേറിയതുമായ യാത്രയായിരിക്കും. കാരണം സൂര്യനിൽ നിന്നും വളരെയേറെ അകന്നു പോയിരിക്കുന്നതിനാൽ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ സഞ്ചാരപഥം വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും. എനിക്ക് തോന്നുന്നത് ഓമുവാമുവ വളരെയേറെ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ്. ഓമുവാമുവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും പരിശോധിച്ച് വരുമ്പോൾ വളരെ വിസ്മയകരമായ കാര്യങ്ങൾ ഞങ്ങളെപ്പോലെ ശാസ്ത്രജ്ഞരെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മുടെ സൗരയൂഥം ഒറ്റപ്പെട്ട ഒരിടമല്ലെന്നും നമ്മൾ വലിയൊരു പരിതസ്ഥിതിയുടെ ഭാഗമാണെന്നുമാണ് വിദൂരതയിൽ നിന്നും വന്ന ഈ ദൂതൻ നമ്മോട് പറയുന്നത്. കൂടാതെ നമുക്ക് ചുറ്റും ഇതുപോലെ നക്ഷത്രാന്തര യാത്രക്കാർ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളിത് അറിയുന്നില്ല. നമുക്ക് അപ്രതീക്ഷിതമായി ലഭിച്ച ഈ സമ്മാനം നമുക്ക് തന്നത് ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യമാണ്. എങ്കിലും മറ്റൊരു നക്ഷത്ര സമൂഹത്തിൽ നിന്നും വന്ന ഒരു അതിഥിയെ അഭിവാദ്യം ചെയ്യാനുള്ള അവസരം ലഭിച്ചത് നമുക്കാണ്.